മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മൾ മംഗളവാർത്തകാലത്തിലാണ്. നമ്മൾ ഈ ആഴ്ചകളിലെല്ലാം ക്രിസ്മസിനെ പറ്റിയുള്ള ചിന്തകളാണ് നമ്മൾ നടത്തുക. എന്താണ് ക്രിസ്മസ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പാപം ചെയ്ത മനുഷ്യൻ പരദേശി നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം അവനെ തേടി വന്നു. നഷ്ടപ്പെട്ടു പോയ പരദേശ അവന് തിരികെ കൊടുക്കാൻ. അതാണ് ക്രിസ്മസ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സത്യം ഇന്ന് പലരും മനസ്സിലാക്കുന്നില്ല. യേശുവിനെ തിരിച്ചറിയുന്നില്ല. അപ്രകാരം യേശുവിന്റെ ദർശനങ്ങളനുസരിച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം. കഴിഞ്ഞ ദിവസം ഗോവയിൽ നിശാൻ ക്ലബിൽ അവിടെ തീപിടുത്തമുണ്ടായി. 25 പേര് മരിച്ചു. ചാനലുകളിലെല്ലാം ഉണ്ടായിരുന്നല്ലോ വാർത്ത, അല്ലേ? ഗോവൻ സർക്കാർ, അതുപോലെ തന്നെ അവിടുത്തെ സർപഞ്ചോ, ഇത്രയും പേരാണ്, ഗ്രാമമുഖ്യനോ പഞ്ചായത്ത് പ്രസിഡന്റാണ് പോകുന്നത്. നമ്മുടെ രണ്ടുപേരും ഇപ്പോൾ അതിനെ പറ്റി സംസാരിച്ച് വാക്പോരിലാണ്. അവിടുത്തെ ഗ്രാമമുഖ്യൻ പറയുന്നത്, ഞങ്ങൾ പലവട്ടം സർക്കാരിനോട് പറഞ്ഞതാണ് നിശാ ക്ലബുകൾ വേണ്ട വേണ്ട എന്ന്. പക്ഷെ സർക്കാർ അത് അനുവദിക്കുകയാണ്. സർക്കാർ പറയുന്നു ആ ഹോട്ടലിന് നൈറ്റ് ക്ലബ്ബ് നടത്താനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല, അവരത് നടത്തി, ഞങ്ങളിത് ചെയ്യും എന്നുള്ള നിലയിലാണ് സർക്കാർ. അപ്പൊ പരസ്പരം പഴിചാരി അവർ മുന്നോട്ട് പോവുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഏതാണ്ട് 100 ചെറുപ്പക്കാര്, ആണുങ്ങളും പെണ്ണുങ്ങളും, അവര് രാത്രിയിൽ ജീവിതം ആസ്വദിക്കാനായിട്ട് എത്തുകയാണ്. അതിനിടയിൽ ഒരു ഡാൻസ് നടക്കുന്നു. രസത്തിന് വേണ്ടി കരിമരുന്ന് കലാപ്രകടനം നടക്കുകയാണ്. ആ ഹോള് അത്ര വെന്റിലേഷൻ ഒന്നും ഇല്ലാത്ത ഹോളായിരുന്നു. ഇതിന്റെ പുക അങ്ങോട്ട് കയറുന്നു, അവർക്ക് ശ്വാസം മുട്ടുന്നു. പുക മൂലം അവർക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആളുകൾ പരിഭ്രാന്തരാകുന്നു. അവർ പുറത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു വാതിലേ ഉള്ളൂ. അങ്ങനെ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സ്റ്റക്കായി അവിടെ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിക്കുമ്പോൾ ഒരുക്കത്തോടെ മരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്താണ് ഒരുക്കത്തോടെയുള്ള മരണം? പ്രസാദാവസ്ഥയിൽ മരിക്കുക എന്നുള്ളതാണ്. പാപാവസ്ഥയിലാണെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്തി, അല്ലെ, അങ്ങനെ മരിക്കാനുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആളുകള് പ്രസാദാവസ്ഥയിൽ മരിക്കാനായിട്ട് വളരെ ആഗ്രഹിക്കാറുണ്ട്. അവര് അർഹതരൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് കുമ്പസാരം കൂടെ കിട്ടാനായിട്ട് അനുവദിക്കും. രോഗിലേവനം കൊടുക്കും. ഇടയ്ക്കൊന്ന് സാധിക്കുമെങ്കിൽ കുർബാന കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രസാദാവസ്ഥയിൽ അവരെ നിലനിർത്തി മുന്നോട്ട് പോകുക. മാത്രമല്ല, നമ്മളുടെ കർമ്മന്മാരടക്കം കൊച്ചുകുട്ടികളുടെ തലയിലൊക്കെ കൈവച്ച് അല്ലെങ്കിൽ കുരിശ് വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മമ്മ പണ്ട് ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. എന്താണ്? പെട്ടെന്നുള്ള ദുർമരണത്തിൽ നിന്നും കൊച്ചിനെ സംരക്ഷിക്കുന്ന യൂതന്മാരുടെ രാജാവായ നസ്രായ യേശു പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം 1 തെസ്സലോനിക്കർ 5:4 എന്ന വാക്യമാണ്. എന്താണ്? എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളനെ പോലെ നിങ്ങളെ പിടികൂടാൻ നിങ്ങൾ അന്ധകാരത്തിലല്ല, നിങ്ങളെല്ലാവരും പ്രകാശത്തിന്റെ പുത്രന്മാരാണ്. പകലിൽ
നമ്മൾ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. ഇതാണ് പറയുന്നത്. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. എന്താണ് ഈ ഉണർന്ന് സുബോധമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ? പ്രസാദപരാവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളതാണ്. കവിവാക്യം ഇപ്രകാരമാണ്: വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. അതിന് പോൽഫലകമായ ദൈവവചന പ്രകാരമാണ് മനുഷ്യൻ വെളിച്ചത്തേക്കാൾ അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തി തിന്മ നിറഞ്ഞതായിരുന്നു. വെളിച്ചത്തിന്റെ മക്കളായിട്ട് ജീവിക്കുന്നതിനേക്കാൾ അന്ധകാരത്തിന്റെ മക്കളായിട്ട് ജീവിക്കുന്നതാണ് സുഖം എന്ന് നമുക്ക് തോന്നാം. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രലോഭനമാണ്. വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നിലകൊള്ളണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുക. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നു: നിങ്ങൾ അന്ധകാരത്തിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പിന്നെയും പറയുകയാണ്: ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലെന്ന പോലെ നമുക്ക് മാന്യമായി വ്യാപരിക്കാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹത്തിലോ അസൂയയിലോ മുഴുകരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്മസ്. എന്താണ് ക്രിസ്മസ്? നീ മക്കൾ പറയട്ടെ, പിള്ളേർ പറയട്ടെ, ഒക്കെ പറയട്ടെ. എന്താണ് ക്രിസ്മസ്? കേട്ടോ? പറയുന്നത് ക്രിസ്മസിന്റെ ഒറ്റ ഡെഫിനിഷൻ എന്താണ് അപ്പച്ചൻ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ, ആരാ കേട്ടത്? ഗ്രഹിച്ചാരാ? പറ, എന്താണ് ക്രിസ്മസ്? കിട്ടിയില്ല, നമുക്കത് കിട്ടുന്നില്ല. നമ്മളെ സംബന്ധിച്ചുള്ള ക്രിസ്മസ് എന്ന് പറയുന്ന വർഷത്തിൽ ഒരിക്കലും വരുന്നൊരു ആഘോഷമാണ്. അത് കേക്കുകൾ തിന്നണം, അല്ലെ? ക്രിബുകൾ ഉണ്ടാകണം, കരോളുകൾ പോകണം, ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകണം. കുറേ ദിവസം വെക്കേഷനാണ്. ഈ കർമ്മമാരെ സംബന്ധിച്ചിടത്തോളം അന്ന് മദ്യം കഴിച്ച് ആർമാദിക്കാനുള്ള ദിവസമാണ്. നമ്മളിങ്ങനെ ഈ തരത്തിൽ നിൽക്കണം. പക്ഷെ അതല്ല ക്രിസ്മസ്. ക്രിസ്മസ് ക്രിസ്തുവിനെ അനുദിനം ധരിച്ച് നടക്കണം. 1 തെസ്സലോനിക്ക 4-ാമത്തെ പ്രകാരം പറയുകയാണ്: അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്താണ് ദൈവം നമ്മളോട് പറയുന്നത്? അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. എന്റെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന ഈശോയ്ക്ക് ഉചിതമാം വിധം എല്ലാ ദിവസവും ജീവിക്കാൻ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ അനുദിനം ക്രിസ്മസ് ആഘോഷിക്കുന്നു. എന്റെ ജീവിതം ഒരു ആഘോഷമായി മാറുന്നു. ദൈവത്തിനും മനുഷ്യർക്കും മാലാഖമാർക്കും അത് സന്തോഷമുള്ള കാര്യമായിട്ട് മാറുന്നു. അതാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിന്റെ ഈ ബോധ്യത്തിലേക്ക് നമ്മൾ ഉണരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ